നെഗറ്റീവ് കമൻസിന് മറുപടിയുമായി പ്രവീൺ. കുടുംബവുമായി ഉണ്ടായ വിഷയങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്നും ഞാൻ വണ്ടിയെടുത്തത് എന്തോ സ്കാം നടത്തിയിട്ടാണെന്നും ചിലർ പറഞ്ഞു നടക്കുന്നു. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയതെന്നും ആരെയും പറ്റിച്ചല്ല ഒന്നും നേടിയതെന്നും നടന്ന വിഷയങ്ങൾ ദുസ്വപ്നം പോലെ ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുവെന്നും പ്രവീൺ പറയുന്നു. നെഗറ്റീവ് വ്യൂസ് കൊടുത്ത് അരിവാങ്ങേണ്ട കാശ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവറേജ് വ്യൂസ് ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾക്കെതിരെ വരുന്ന കമൻസ് വളരെ മോശമാണ്. എനിക്കും കുടുംബത്തിനും ഇടയിൽ സംഭവിച്ചതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ അഭിനയിച്ചു എന്നൊക്കെയുള്ള കമൻസാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഓർക്കാൻ ആണ് നമ്മൾക്ക് താല്പര്യം. മൃദുലയുടെ അച്ഛൻ മരിച്ച സമയത്താണ് സത്യത്തിൽ നമ്മൾക്ക് ഇടയിലുള്ള വിഷയങ്ങൾ മാറിയത്. പിണക്കം ഇല്ലാതെയായത് ആ മരണത്തിന് ശേഷമായിരുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് കാര്യമറിയാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിലുള്ള പിണക്കം മാറിയതും ഞാൻ സഹകരിച്ചതും എല്ലാം അതിനുശേഷമാണ്. മിണ്ടാതെ ഇരുന്ന സമയത്ത് അച്ഛനും അമ്മയോടും സ്നേഹം ഇല്ലാത്തവൻ, ഭാര്യയുടെ വാക്ക് കേട്ട് ജീവിച്ചവൻ എന്നൊക്കെയാണ് എനിക്ക് അതുവരെ വന്ന കമൻസുകൾ. എന്നാലിപ്പോൾ മിണ്ടിയ ശേഷം വരുന്നത് നമ്മൾ സ്ക്രിപ്റ്റഡ് ആക്കിയെന്നതാണ്. സത്യത്തിൽ മിണ്ടിയലാണോ മിണ്ടാതെ ഇരുന്നതാണോ വിഷയം എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, സോഷ്യൽ മീഡിയ ആണ്. എല്ലാവരുടെയും വായ മൂടിക്കെട്ടാൻ ആർക്കുമാകില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഓരോ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അത് മാനിക്കണം. അതൊക്കെ അറിയാം. പക്ഷേ ചിലതൊക്കെ അതിരുവിടുന്നു. യൂട്യൂബിൽ പണത്തിന് വീഡിയോ ഇടുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ്, അതിനു വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. ജീവിതത്തിൽ അതൊരിക്കലും നടക്കുമെന്ന് കരുതിയില്ല നമ്മൾ ജീവിച്ചത്. നിരന്തരമായ ചോദ്യങ്ങൾ കാരണമാണ് കുടുംബത്തിലെ വിഷയങ്ങൾ പറയേണ്ടി വന്നത്. ആരോപണങ്ങൾ വന്നപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ സംസാരിച്ചത്. ഡാൻസ് കളിക്കുന്നതും വീഡിയോ ചെയ്യുന്നതും എല്ലാം പാഷൻ്റെ പുറത്താണ്. യൂട്യൂബ് ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ഹോട്ടലിലൊക്കെ ഞാൻ ജോലി ചെയ്ത് ജീവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിർത്തേണ്ടി വന്നാൽ ഞാൻ ജോലിയെടുത്ത് ജീവിക്കും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ വണ്ടിയായിരുന്നു ഫോർച്യൂണർ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ബെറ്റിംഗ് പ്രൊമോഷൻസ് നടത്താൻ വേണ്ടി എനിക്കും മെയിൽ വന്നതാണ്. പക്ഷേ ആരെയും ചതിച്ചും കബളിപ്പിച്ചും ഞാൻ പണം നേടിയിട്ടില്ല. തുടക്ക സമയത്ത് ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തിരുന്നു. അത് തെറ്റാണെന്ന് മനസ്സിലായ ശേഷം ഞാനത് ചെയ്തിട്ടില്ല. മൃദുല എന്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല എന്ന ചോദ്യങ്ങൾ കാണാം. പക്ഷേ എൻ്റെ വീടാണ്, ബ്ലഡ് റിലേഷൻ ആണ്. എനിക്ക് ക്ഷമിക്കാനാകുന്ന പോലെ മൃദുലയ്ക്ക് ആകണമെന്നില്ല. എനിക്ക് ഫോഴ്സ് ചെയ്യാനും ആകില്ല. അതൊക്കെ അവളുടെ തീരുമാനമാണ്. സമയമെടുക്കും. എല്ലാം ട്രാക്കിൽ ആക്കാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നുണ്ട് എന്നും പ്രവീൺ പറയുന്നു.